ഒരു പുരോഹിതൻ സാധാരണ പുരോഹിതന്മാർ ചെയ്യുന്നതെന്നും ഭിന്നമായിട്ട് പ്രവർത്തിക്കുന്ന, ഭിന്നമായ കാര്യങ്ങൾ സംസാരിക്കുന്ന, ഭിന്നമായ രീതിയിൽ ഇടപെടുന്ന ആളാണ് VP ജോസഫച്ചനെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നത് എൻ്റെ ഇടവകയിലെ വികാരിയായിരുന്നു അച്ഛൻ. അക്കാലത്താണ്. അന്ന് കൃപാസനമൊന്നും തുടങ്ങിയിട്ടില്ല. ആ സെൻസിൽ ഞാൻ അത്ര വലിയ ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യനുമല്ല. എങ്കിലും അച്ഛനോട് എനിക്ക് അന്ന് തന്നെയുള്ള ഒരു ആദരവും വഴക്കവുമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു നോവൽ എഴുതുന്നു എന്നത് തീർച്ചയായിട്ടും ആശ്ചര്യകരമായൊരു കാര്യമാണ്. സാഹിത്യത്തെക്കുറിച്ച്, കലയെക്കുറിച്ച് സാമാന്യത്തിലും കവിഞ്ഞ ബോധമുള്ള ജോസഫ് അച്ഛൻ അത് എഴുതണമെങ്കിൽ അത് തീർച്ചയായും അതിൽ ലിറ്റററി സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. നമുക്കറിയാവുന്നതുപോലെ 16-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രം വികസിക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലെ തന്നെ മറ്റൊരു പുരോഹിതനായിരുന്ന ഐസക് ന്യൂട്ടൺ ആകർഷണ സിദ്ധാന്തവുമായിട്ട് വരുന്നത്. അന്നുവരെ മനുഷ്യർ കരുതിയിരുന്നത് ദൈവം വൈകുന്നേരമാവുമ്പോൾ മാലാഖമാരെ ആകാശത്തേക്ക് അയച്ച് നക്ഷത്രങ്ങൾ കെട്ടിത്തൂക്കിയിടുകയാണെന്നായിരുന്നു. അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഒരു ലോകബോധത്തെ ഉണ്ടാക്കിയത് ഐസക് ന്യൂട്ടൺ. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. ഐസക് ന്യൂട്ടന് ശേഷം ശാസ്ത്രം പഴയ ശാസ്ത്രമേ അല്ല. ഇന്ന് നമ്മൾ കാണുന്നതൊക്കെയും ന്യൂട്ടണിൽ നിന്ന് തുടങ്ങി വികസിച്ച് വന്നതാണ്. ഇന്ന് പറയുന്നു അടുത്ത 1-2 നൂറ്റാണ്ടുകൾക്കുള്ളിൽ ഹോമോസാപ്പിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന മനുഷ്യർ തിരോഭവിക്കുമെന്നും പുതിയ അജൈവ ജീവികൾ വന്ന് കീഴടക്കുമെന്നും പറയുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കാം? അങ്ങനെയുള്ളൊരവസരത്തിലാണ് ജോസഫ് വലിയ വീട്ടിലച്ഛൻ VP ജോസഫച്ചൻ ഒരു നോവൽ എഴുതുന്നത്. ഈ നോവൽ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. കേട്ടിടത്തോളം എനിക്കറിയാം ആ നോവലിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതും ഞാൻ കേട്ടിപ്പോൾ ഗ്രഹിച്ചതും മതങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഉപരിയായി മനുഷ്യനും പ്രപഞ്ചവുമെന്ന ഒരു ആധ്യാത്മികത അതിൽ നിഴലിടുന്നുണ്ട്. ഒരു കസവ് പോലും അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ നോവൽ എഴുതിയ അച്ഛന് എല്ലാ ആശംസകളും നേരുന്നു, നന്ദി പറയുന്നു. അച്ഛൻ ഇനിയും പുസ്തകങ്ങൾ എഴുതണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.